നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഷെഫിലയുടെ റെസ്റ്റോറൻറ്റിൽ വരണമെന്നുള്ളത്. എന്തായാലും ഇപ്രാവശ്യം അത് സാധിച്ചിരിക്കുകയാണ്. അത് ഭയങ്കര സന്തോഷം. എറണാകുളത്തുള്ള ലേമറിൻ ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഷെഫിലയുടെ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പം ചെല്ലുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം ഇതൊരു ലക്ഷൂറിയസ് ഹോട്ടലാണ്, ലക്ഷൂറിയസ് ബ്രാൻഡുമാണ്. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ ഓർഡർ ചെയ്തിരിക്കുന്നൊരു കൊയിലോൺ ചിക്കനാണ് സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് ഹണിയിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു രസമുള്ള കാഴ്ച തന്നെയാണ്. അപ്പം നമ്മൾ അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്ത് ഓരോ ഐറ്റംസായിട്ട് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നൂൽ പൊറോട്ട, പിന്നെ നമ്മുടെ ഷെഫിലയുടെ സ്വന്തം സിഗ്നേച്ചർ ഡിഷായ നമ്മുടെ ഫിഷ് നിർവാണ, പിന്നെ ചെട്ടിനാട് ചിക്കന്, അങ്ങനെ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നൂൽ പൊറോട്ടയും നമ്മുടെ സിഗ്നേച്ചർ ഡിഷും കൂടെ നമ്മൾ ചേർത്ത് ആദ്യം ഒരു പിടി പിടിക്കുന്നുണ്ട്. അപ്പം അത് പറഞ്ഞ പോലെ നൂൽ പൊറോട്ട അടിപൊളിയായിരുന്നു. നമ്മുടെ ഫിഷ് നിർവാണ പറയുമ്പം നെമ്മീൻ ഫിഷ് നിർവാണയാണ്. പിന്നെ നമ്മളൊരു പ്ലേറ്ററിനോട് ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്ലേറ്ററിൽ കരിമീൻ ഉണ്ടായിരുന്നു, നെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, കൂന്തലുണ്ടായിരുന്നു, പിന്നെ ടൈഗർ പ്രോൺസ്, അല്ലാതെ ഒരു പ്രോൺസും ഒക്കെ ഉണ്ട്, കപ്പയുണ്ട്. അതൊക്കെ എനിക്ക് ആ പ്ലേറ്റർ ഒരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ നൂൽ പൊറോട്ട ഞാൻ പറഞ്ഞതുപോലെ അടിപൊളിയായിരുന്നു. നൂൽ പൊറോട്ടയും ആ സിഗ്നേച്ചർ ഡിഷും കൂടെ ചേർക്കുമ്പോഴത്തേക്ക്, നമ്മൾ സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്, നമ്മൾ മലയാളികൾക്ക് ഇതെങ്ങനെ ഇത്രയധികം ഇഷ്ടപ്പെട്ടു എന്നെനിക്കറിയില്ല. നിർവാണയുടെയൊക്കെ മഹത്വം നമ്മൾ ഒരുപാട് കേട്ടിട്ടാണ് നമ്മൾ ചെന്നത്. അപ്പോൾ ആ ചെന്ന ഒരു എക്സ്പെക്റ്റേഷൻ ആണെന്നറിയില്ല, എനിക്കതൊരു ആവറേജ് അനുഭവം മാത്രമായിരുന്നു. ആ സാധാരണ ആ നെമ്മീൻ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് പോലും എനിക്ക് ആ കറിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അതായത് നമ്മൾ നെമ്മീൻ ഒരു സാധാ ഒരു കറി വെച്ചാൽ പോലും നമുക്ക് നന്നായിട്ട് നല്ല ടേസ്റ്റായിട്ടൊക്കെ തോന്നും. അതുപോലെ തന്നെ അതിൻ്റെ അത് കിട്ടിയിരിക്കുന്ന കൊഞ്ച് ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് പോകണം, കുറച്ചും കൂടെ ഒക്കെ അതൊന്ന് വേവാനുള്ളതായിട്ട് തോന്നി. പിന്നെ കുട്ടനാട്ടിൽ നിന്ന് ചെന്ന എനിക്ക് കരിമീനും അത്ര അടിപൊളിയായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കിട്ടിയ ഒരു കറിക്കും സത്യത്തിൽ എരിവുള്ളതായിട്ടും തോന്നിയില്ല. എല്ലാം ഒരു തേങ്ങാപ്പാൽ ചേർത്തൊരു കറി, അത് തന്നെ. അതിപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും ശരി, നമ്മുടെ നെമ്മീൻ കറി ആണെങ്കിലും ശരി, എല്ലാം ഒരു തേങ്ങാപ്പാൽ ചേർത്ത ഒരു കറിയാണ് മൊത്തത്തിൽ. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യമുണ്ട്, അതൊരു ലക്ഷൂറിയസ് ബ്രാൻഡാണ്. ഈ ഒരു ആംബിയൻസിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നതെന്ന് പൊതുവെ എല്ലാവരും പറയുമായിരിക്കും. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനനുസരിച്ചൊരു ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരു റേറ്റ് അവരുടെ എന്തായാലും അവർ ഈടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഫുഡിനും അതുപോലൊരു ക്വാളിറ്റിയും അതുപോലെ ടേസ്റ്റും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഈ കട്ടൻ ചായയുടെ മാത്രം ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടുത്തത്. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കട്ടൻ ചായക്ക് ഒരു ചായക്ക് ഒരു 116 രൂപയോളം ഒരു GST ഉൾപ്പെടെ ഈടാക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ സ്വീറ്റ്സായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോക്കനട്ട് പുഡിങ്ങും ഫലൂദയുമായിരുന്നു. കോക്കനട്ട് പുഡിങ്ങൊക്കെ കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടു. കോക്കനട്ട് പുഡിങ് കൊള്ളാം. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫലൂദയാണ്. ഫലൂദ നമ്മളതായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. RCPയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളുണ്ടായിരുന്നു, ഇഷ്ടപ്പെടാത്ത വിഭവങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഈ RCP ആരാധകർ, ഷെഫിലയുടെ ആരാധകരൊന്നും പൊങ്കാലയിടാൻ വരണ്ട. അപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും രുചികളും മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പം താരതമ്യേന നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള എക്സ്പെൻസാണ് അവർ ഈടാക്കുന്നത്. അപ്പം ഇതുപോലൊരു ഹോട്ടലിൽ വന്നിട്ട് ഇത്ര ഈടാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.